ഹലോ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾക്ക് ഏതൊരു വണ്ടിയും വെറും 3 സ്റ്റെപ്പിലൂടെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒതുക്കി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്കാണ് കാണിച്ചു തരുന്നത്. ഹായ് ഫ്രണ്ട്സ്, പല ആൾക്കാർക്കും ഒരു വണ്ടി റിവേഴ്സിൽ ചേർത്ത് ഒരു സൈഡിലേക്ക് ഒതുക്കാനായിട്ട് അറിയത്തില്ല. വണ്ടി റിവേഴ്സ് എടുക്കുന്ന ടൈമിൽ പല ആൾക്കാർക്ക് സംഭവിക്കുന്നത് ഒരു സൈഡ് കൃത്യമായിട്ടും ചേർന്ന് നിൽക്കും. ആ ഒരു ടൈമിൽ വണ്ടിയുടെ ഫ്രണ്ട് ചിലപ്പോൾ റോഡിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് മുന്നിലേക്ക് മാറി നിൽക്കുന്ന സാഹചര്യം വരാറുണ്ട്. എന്നാൽ വീണ്ടും തിരിച്ചൊന്ന് ഒതുക്കി റെഡിയാക്കി ഇടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒന്നെങ്കിൽ വണ്ടിയുടെ ബാക്ക് സൈഡ് റോഡിൻ്റെ വെളിയിലേക്ക് പോകാറുണ്ട്. അങ്ങനെ പ്രോപ്പറായിട്ട് ചേർത്ത് ഒതുക്കാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം വെറും 2 തവണയൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വണ്ടി ഏതൊരു സൈഡിലേക്കും റിവേഴ്സ് എടുത്ത് ചേർത്ത് ഒതുക്കി പാർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒപ്പം നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം പേജിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പേജും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾക്ക് ഏതൊരു വണ്ടിയും വെറും 3 സ്റ്റെപ്പിലൂടെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒതുക്കി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്കാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വണ്ടി സൈഡിൽ ഒതുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കുറച്ച് വണ്ടിയുടെ ഭാഗം റോഡിലും അതോടൊപ്പം തന്നെ സൈഡ് കുറച്ച് വെളിയിലേക്ക് ഇത്തരത്തിൽ ഇറങ്ങിയാണ് കിടക്കുന്നത്. എന്നാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഇത് ഒരു 2 തവണ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ടും ഏതൊരു സൈഡിലേക്കും വണ്ടി വളരെ ചേർത്ത് പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിന് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രോപ്പറായിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. മിറർ നോക്കി നമുക്ക് വണ്ടി ബാക്കിലേക്ക് എടുക്കാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടിയുടെ സൈഡ് എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടാണ് ഒരു ബിഗിനറിന് ബുദ്ധിമുട്ട് വരുന്നത്. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കുക. നമുക്ക് ഒരു കാരണവശാലും ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് വണ്ടിയുടെ ടയറിൻ്റെ പൊസിഷൻ ഇത്തരത്തിൽ സ്റ്റിയറിംഗ് നോക്കി മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ സ്റ്റിയറിംഗ് നേരെയാണ്, പക്ഷേങ്കിൽ അതിനർത്ഥം ടയർ നേരെയാണെന്നാണോ? അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ തുടക്കത്തിൽ ചെയ്യേണ്ടത് ജസ്റ്റ് മിറർ താത്തിയതിന് ശേഷം ഇത്തരത്തിൽ നോക്കുക. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ കുറച്ച് ഇടത്തെ സൈഡിലേക്കാണ് തിരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടയർ ജസ്റ്റ് നേരെയാക്കി കൊടുക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്കാണ് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിഞ്ഞ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഒരു 1.5 റൗണ്ട് നേരെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ടയർ നേരെയാകും. അതായത് ഈ ഒരു എംബ്ലം നോക്കുക, എംബ്ലം നോക്കുന്നു, ഇതേ ഞാനൊരു 1/2 റൗണ്ട് തിരിച്ചു, എംബ്ലം നേരെയായി. വീണ്ടും ഞാനിത് 1 റൗണ്ട് തിരിച്ചു. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ നേരെയായിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പോൾ ഞാൻ വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഒരു നിരപ്പ് റോഡിലാണ് നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടി ബാക്കിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലച്ച് എന്ന് പതുക്കെ അയച്ചാൽ വണ്ടി മൂവ് ആകും. ആവശ്യമുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുക. ഓക്കെ, ആദ്യത്തെ പോയിന്റ് ഒന്ന് ഓർക്കുക. ഇനി നമുക്ക് ഇടത്തെ സൈഡിലേക്കാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 3 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ മതി. ആദ്യം ഇടത്തെ സൈഡിലേക്കാണ് വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുക്കുക, അതായത് ഫുള്ള് തിരിച്ചു കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്തിട്ട് വണ്ടി പതിയെ ബാക്ക് സൈഡിലേക്ക് എടുക്കുക. ലെഫ്റ്റ് സൈഡിലെ മിറർ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞും കൂടെ ഒന്ന് നോക്കിക്കോളുക. നമുക്ക് തുടക്കത്തിൽ പാർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ മാക്സിമം നമ്മൾ റോഡിൻ്റെ എൻഡ് ഭാഗത്തേക്ക് വരിക. അതെ, മാക്സിമം ഞാൻ എൻഡ് ഭാഗത്തേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കുറച്ച് റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കുറച്ച് ഈ ഒരു ഭാഗത്തേക്ക് വന്നു. പക്ഷേങ്കിൽ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇപ്പോൾ ഈ റോഡിൻ്റെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇവിടുന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടയർ നമ്മൾ വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തിട്ട് വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് റോഡിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് മാറി കിട്ടും. നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇനി അതാണ് സ്റ്റെപ്പ് 2 നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റെപ്പ് 1 ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുത്തു, ബാക്ക് സൈഡിലേക്ക് വന്നു. ഇനി സ്റ്റെപ്പ് 2 വലത്തെ സൈഡിലേക്ക് ഇതേ പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുക്കുക, ലോക്ക് ആക്കുക. ഓക്കെ, നമ്മളിതേ ലോക്കാക്കുന്നു, റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് നമ്മൾ വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ്. നോക്കുക, കൺട്രോൾ ചെയ്ത് എടുക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുക. ഈ ടൈമിൽ നമ്മുടെ വണ്ടി ഇതേ റോഡിൻ്റെ വെളിയിൽ നിന്ന്, റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന്, അതായത് ഈ സൈഡിലേക്ക് പാർക്ക് ചെയ്യുന്ന അങ്ങോട്ട് വന്നു. ഓക്കെ, ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ കട്ടിങ് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാക്കുക. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ്, ഏതെങ്കിലും ഒരു സൈഡിലേക്കാണ് നമ്മുടെ സ്റ്റിയറിംഗ് തിരിഞ്ഞു കിടക്കുന്നതെങ്കിൽ നമ്മൾ നേരെയാക്കാനായിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് 1.5 റൗണ്ട് തിരിച്ചു കൊടുക്കുക. ഇതേ ഫസ്റ്റ് 1/2 റൗണ്ട് തിരിച്ചു, എംബ്ലം കറക്റ്റാണ്. വീണ്ടും 1 റൗണ്ട് തിരിച്ചു. ഇപ്പോൾ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാണ്. ഇനി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു,
ഹാൻഡ് ബ്രേക്ക് നമ്മൾ വലിച്ചിടുന്നു, വണ്ടി ഓഫാക്കുന്നു, പാർക്ക് ചെയ്യുന്നു. ഇനി നിങ്ങൾ വെളിയിൽ ജസ്റ്റ് നോക്കുക. നമ്മുടെ വണ്ടി ഈ കട്ടിങ്ങും കഴിഞ്ഞതേ വെളിയിൽ പൂർണ്ണമായിട്ടും ഇടത്തെ സൈഡിലേക്ക് ചേർത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് വലത്തെ സൈഡിലേക്ക് എങ്ങനെ ചെയ്യാം അതും കൂടെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിത് വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. നമുക്കിത് ആ ഒരു സൈഡിൽ പാർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു സൈഡിലേക്ക് വരുന്നു. പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് ചേർത്ത് നിർത്തുന്നില്ല. ഇപ്പോൾ നമ്മുടെ വണ്ടി കുറച്ച് ടാറിങ്ങിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടി കുറച്ച് റോഡിൻ്റെ ഈ ഭാഗത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ വലത്തെ സൈഡിലേക്ക് ചേർത്ത് പാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് സൈഡിലേക്കാണോ പാർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സൈഡിലേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഇത് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ വണ്ടി ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് ബാക്ക് സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ മിറർ ജസ്റ്റ് നോക്കിയിട്ട് വണ്ടി ബാക്ക് സൈഡിലേക്ക് മാക്സിമം ചേർക്കുന്നു, ആ റോഡിൻ്റെ എൻ്റെ മാക്സിമം ചേർക്കുന്നു. ഓക്കെ, ഇനി വണ്ടി വീണ്ടും ചവിട്ടി നിർത്താം. ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നു. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാനാണ്. ഇപ്പോൾ നോക്കുക, നമ്മുടെ വണ്ടിയുടെ എൻ്റെ ഇങ്ങോട്ട് ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ടയർ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം ഈ ഒരു സൈഡിലേക്ക് ഒതുങ്ങും. ഇപ്പോൾ വലത്തെ സൈഡിലേക്കാണ് ഞാൻ തിരിച്ചേക്കുന്നത്. ഇനി നമ്മൾ ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആ ഒരു സൈഡ് ചേർന്നു. സ്റ്റെപ്പ് 2, ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ടും സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുന്നു, റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് റൈറ്റ് സൈഡിലെ മിറർ നോക്കി വണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ റോഡിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ മാറി വണ്ടി പ്രോപ്പറായിട്ട് സൈഡിലേക്ക് വരികയാണ്. ഓക്കെ, അതിനുശേഷം ടയർ നേരെയാക്കാൻ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും നമ്മൾ സ്റ്റിയറിംഗ് 1.5 റൗണ്ട് തിരിച്ചു കൊടുക്കുക. ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്? ഇപ്പം ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു പിടിച്ചേക്കുമല്ലേ, ഞാനിത് 1.5 റൗണ്ട് തിരിക്കുന്നു. ഇപ്പോൾ ടയർ നേരെയായി. നമ്മൾ വണ്ടി ഓഫ് ചെയ്യുന്നു, റിവേഴ്സ് ഗിയറിലാണ്, ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടി പ്രോപ്പറായിട്ട് നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതൊരു വണ്ടിയും ഈസി ആയിട്ട് റോഡിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.